ഇന്ന് നമ്മൾ വേട്ടയാടാൻ പോകുന്ന താരത്തെക്കുറിച്ച് ക്ലൂ തരാൻ വേണ്ടിയാണ് ഞാൻ ഈ കണ്ണട വെച്ചിരിക്കുന്നത്. എന്നെ തീരം നേടുമ്പോഴുടെ പാട്ടിൽ നിന്നെ ആ നടന്റെ പേര് ഉണ്ടാക്കി കൊടുക്കലടാ. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം കുളമാക്കിയെങ്കിലും ആ വലിയ നടൻ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച സാധനമാണ് പുള്ളി കുളമാക്കിയേക്കുന്നത്. എന്തായാലും ഡിസ്കോ രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞും കോറി അല്ലേ? ആ ഒറ്റ പാട്ടുകൊണ്ട് മലയാളക്കാരെ ആകെ കീഴടക്കിയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ ഡിസ്കോ രവീന്ദ്രൻ. പ്രേമ, നീ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിനിമാ നടന്മാർ ഇപ്പൊ ഇങ്ങനെ കൂണ് പോലെ മുക്കിനും മൂലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിനിമ ആകെ മാറി, ന്യൂജൻ തരംഗമാണ്. ഈ സിനിമാ നടന്മാർക്ക് പണിയില്ലാതെ ഒരു കാലഘട്ടം വരുമെന്നിരിക്കട്ടെ, ഇവർ എന്ത് ജോലി ജീവിക്കും ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് ജോലിക്ക് പോകാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റുമോ? സമ്പാദിച്ച് ബാങ്കിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും, അല്ല വേറെ വഴിയില്ല. അതിനുള്ള ഉത്തരവുമായിട്ടാണ് രവീന്ദ്ര സാർ വന്നിരിക്കുന്നത്. സിനിമാ നടന്മാർക്ക് പണിയില്ലാതായാലും എന്ത് ചെയ്യും? പണിയില്ലാതായ അങ്ങനെയൊന്നുമില്ല. സിനിമാ നടന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ പണിയില്ല എന്നുള്ളതല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ കാണുന്നതല്ല. യഥാർത്ഥത്തിൽ ഞാൻ പപ്പട സുദ്ധ അപ്പൂസ് കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തിയവരാ. അതുകൊണ്ട് പണിയില്ലാതാവും. ബാങ്ക് ബാലൻസ് അല്ല, കാരണം ഞാൻ മറ്റു പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ഫിലിം എഡ്യൂക്കേഷൻ, ഫിലിം ലിറ്ററസി പ്രോഗ്രാമിലേക്ക് കയറി. ഞാൻ സിനിമയിൽ നിന്ന് പഠിച്ച പല കാര്യങ്ങളും നമ്മൾ അതിനകത്തേക്ക് പല കാര്യങ്ങളിലേക്ക് ചെയ്യാനായിട്ട് നോക്കി. ഫിലിം അക്കാഡമിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് എല്ലാവരുടെയും എങ്ങനെയാണ് അതിൻ്റെ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടിലായിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വന്ന് ആങ്കർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ആങ്കറിൻ്റെ പണിയൊക്കെ നിർത്തി ഇത് വിളിച്ചോട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, എല്ലാവർക്കും എന്ത് ജോലിയും നമുക്ക് അഭിമാനത്തോടുകൂടി ചെയ്യാൻ പറ്റും. അതിനകത്ത് വേറൊന്നല്ല. ഈ സിനിമ അഭിനയം എന്ന് പറയുന്നത് ദൈവം അവർക്ക് കൊടുത്തൊരു കല അനുഗ്രഹമാണ്. കാരണം എല്ലാവർക്കും വന്നിട്ടുള്ള അഭിനയത്തിൻ്റെ ഒരു സിദ്ധി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അഭിനയിക്കാൻ കഴിവുള്ളവർ അവർക്ക് മറ്റു ജോലികൾ അറിയാൻ പാടാണ്ടല്ല. ജനിക്കുമ്പോൾ തന്നെ ആരും നടനായിട്ടായിട്ട് ഞാനിത് നടൻ മാത്രമാവുള്ളൂ എന്ന് പറഞ്ഞല്ലല്ലോ. അവൻ പല വഴിയിലൂടെ യാത്ര ചെയ്ത് അവൻ്റെ അഭിനയ സിദ്ധിനെ തിരിച്ചറിഞ്ഞ് അതിനൊരു ചാൻസ് കിട്ടി അവർ അഭിനയത്തിലേക്ക് വരുന്നു. ചിലർ എന്നെപ്പോലുള്ള ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിച്ച് സിനിമയിലേക്ക് വരുന്നു. അങ്ങനെ പല വഴിയിലൂടെ സിനിമയിലേക്ക് ആഗ്രഹങ്ങൾ ഇന്ന് ചിലർ ചെറുപ്പത്തിൽ വരും, ചിലപ്പോൾ വളരെ വൈകിയ വേളയിൽ വരും. അങ്ങനെ പലരും ആകസ്മികമായിട്ട് വരും. അങ്ങനെ അവരുടെ കഴിവുകൾ ജനം തിരിച്ചറിയുന്നു. അവർ കുറേ നാൾ അഭിനയിച്ചിരിക്കും. ചിലപ്പോൾ വന്നിട്ടുള്ളതിനകത്ത് കുറച്ച് നാളാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ വർക്കുകൾ കുറഞ്ഞെന്ന് വരും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം വന്ന് സിനിമയിൽ വന്ന് ചിലർക്ക് മാനസിക വിഷമം ഉണ്ടാവും, ചിലരെ സംബന്ധിച്ചോളം വന്നിട്ട് അതൊരു വിഷയമാവില്ല. അങ്ങനെ അത് ഡിപ്പെൻസാണ് അത്. എന്നാലും ഒരു അഭിനയം എന്ന് പറയുന്നതിനകത്തേക്ക് ഒരു മനസ്സിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും അതെപ്പോഴും ആ ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് പല കാരണങ്ങളാൽ അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പലർക്കും പോയി. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പപ്പട സുന്ദ അപ്പൂസ് കഴിഞ്ഞപ്പോൾ നിർത്തി. കാരണം ഞാൻ മറ്റു കാര്യങ്ങളിലായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. എനിക്ക് അഭിനയിക്കാൻ ഉണ്ടായിരുന്ന എൻ്റെ ആവേശം 80 തൊട്ടിട്ട് എനിക്കൊരു 92 ആയപ്പോഴത്തേക്കും വന്നിട്ട് ഞാൻ എല്ലാവരുടെയും കൂടെ, കാരണം ഞാൻ സ്ലോലി കയറിയവനല്ല, ഒറ്റ ഓവർനൈറ്റ് സ്റ്റാറായതാണ്. അപ്പോൾ ഞാൻ സ്റ്റാറുടെ എന്താണെന്നുള്ളത് അനുഭവിച്ചു. അന്നത്തെയും ഇന്നത്തെയും സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മോഹൻലാൽ, മമ്മൂട്ടി, അല്ലെങ്കിൽ രജനീകാന്ത്, കമലഹാസൻ, ശിവാജി ഗണേശൻ സാറ്, ഇവരെയൊക്കെ ആയിട്ട് വന്ന് തുല്യ പ്രാധാന്യമുള്ള റോളുകൾ എന്നെ തുടക്കത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിലേക്കല്ലല്ലോ വരാൻ പോണേ, പുതിയ പാതകൾ കണ്ടെത്തലാണ് ഇഷ്ടം. അതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്കതാണ്. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റ് അത് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. മോഹൻലാൽ ചെയർമാനായിട്ടുള്ള കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് എന്നുള്ളത്. അതിന് ഇത് എങ്ങനെയാണ് തുടങ്ങിയതെന്ന് ഇപ്പോൾ പലരും ചോദിക്കും. അപ്പോൾ ഇതിന് കാരണം എൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ്. അവർ പലപ്പോഴും ഞാൻ ഇങ്ങനെയായിട്ടുള്ള സംസാരത്തിൽ വന്നിട്ട് വർക്ക് കുറഞ്ഞു പോയതിനെ കുറിച്ചിട്ടും വർക്കില്ലാത്തവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസുകളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഷോർട്ട് ഫിലിംസിലേക്ക് നമുക്ക് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. കാരണം അതൊരു പ്രൊഫഷണലായിട്ടുള്ളതല്ലല്ലോ. നമ്മുടെ ആസ്പിറിൻ ടാലൻസിന് കൊടുക്കുന്നതാണ്. പുതിയ പിള്ളേർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ എക്യുപ്മെൻസുകൾ മുഴുവൻ സംഘടിപ്പിച്ച് ആ എക്യുപ്മെൻസുകൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ പഠിപ്പിച്ച് ഇവിടെ ഉള്ളവരെ നമ്മൾ പുറത്ത് ചെയ്യുന്നതിന് നമ്മൾ പൈസ മേടിക്കുന്നുണ്ട്. നമ്മളവിടെ യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കുന്നതല്ല. പക്ഷേ കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പലപ്പോഴുമായിട്ട് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്, ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ ആദ്യം ഫെസ്റ്റിവൽ തുടങ്ങി, പിന്നെ അവർക്ക് എക്യുപ്മെൻറ്റ്സുകൾ ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ പടം ചെയ്യിപ്പിച്ച് അവരെ ഫിനാൻസ് ചെയ്ത് നമ്മൾ ആദ്യം ഫെസ്റ്റിവൽ കാണിച്ച് പ്രൈസ് കൊടുത്തു തുടങ്ങി. അങ്ങനെ നമുക്ക് പ്രോജക്റ്റുകൾ ഇഷ്ടം പോലെ നമ്മൾ ചെയ്യുന്ന ആ പ്രോജക്റ്റിനകത്തേക്ക് നമുക്ക് ഒരു വേതനം കൊടുത്ത് ഈ ആക്ടേഴ്സിനെ കൊണ്ടുവരാനായിട്ടുള്ളൊരു സാധ്യത കുറവായിരുന്നു. കാരണം നമുക്ക് ഇപ്പുറത്തൊരു ഇവരെ കൊണ്ടുവരണില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ 10ാമത്തെ ഞങ്ങളുടെ വർഷത്തോടനുബന്ധിച്ച് അന്ന് ഞങ്ങളുടെ ആയിട്ട് സഹകരിക്കുന്ന വർക്ക്ഷോപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് മാഗ്നയായിട്ട് സംസാരിച്ചു, അവരിലുള്ള ഡയറക്ടേഴ്സ് സംസാരിച്ചു, അതേപോലെ ക്യാമറമാനായിട്ടുള്ള ജീവു ജേക്കബ്, അളകപ്പൻ, പി സുമാൻ, ഇവരൊക്കെ അളകപ്പനും സുമാനും നമ്മുടെ പരിപാടികളിൽ പണ്ട് തൊട്ടേ പങ്കെടുക്കുന്ന അവർ. പിന്നെ പട്നം റഷീദ് മേക്കപ്പ്, അപ്പോൾ അദ്ദേഹം വന്ന് ഇതിനോട് സഹകരിക്കാൻ തീരുമാനിച്ചു. സന്തോഷ് വർമ്മ മ്യൂസിക് ചെയ്യുന്ന, അരുൺ വർമ്മ വന്ന സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന. അരുൺ വർമ്മ എനിക്ക് തോന്നുന്നത് 2005 തൊട്ട് ഞങ്ങൾ വന്ന് മൺസൂൺ സിറ്റി ഫെസ്റ്റ് കൊച്ചി മെട്രോ അല്ല ആ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പ് ചെയ്യാനും ഈ ചെയ്യുന്ന കൊച്ചി മെട്രോയുടെ പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിനെ എപ്പോഴും സൗണ്ട് ലൈറ്റ് സ്റ്റാൻഡിനൊക്കെ വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്യുപ്മെൻറ്റ്സ് മേടിച്ച തന്നെ അരുൺ വർമ്മ മുഖാന്തരമാണ് നമ്മൾ ഈ എക്യുപ്മെൻറ്റ്സ് മേടിച്ചത്. അവൻ്റെ ഡിസിഷൻ പ്രകാരം ലൈവ് സിങ്ക് സൗണ്ട് എല്ലാം ചെയ്യാനായിട്ട് എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട് ഞങ്ങൾക്ക്. ട്രാക്കർ, ട്രോളി, ഗിംബൽ, ഫ്ലൈ ക്യാം, എല്ലാം ഇപ്പോൾ ഞങ്ങളെല്ലാം അത് കൊടുത്ത് എല്ലാ വിധത്തിലുള്ള ഗിയേഴ്സുകൾ ഉപയോഗിക്കാനും നമ്മൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യായിരുന്നു ഇവിടെയുള്ള. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മാഗ്നയിലെ ഡയറക്ടേഴ്സുമായിട്ടുള്ള ലൈക്ക് മെക്കാഡിയനിൽ പത്മകുമാർ, ജീവു ജേക്കബ്, രമേഷ് പിഷാരടിയൊക്കെ ഉള്ള അങ്ങനെ അതേപോലെ നമ്മൾ ഇതിനകത്തൊരു അഡ്വൈസറി കമ്മിറ്റിക്ക് ബേസിക് അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ വന്ന് സുരേഷ് കുമാറുമായിട്ട് സംസാരിച്ചു, സിബിയായിട്ട് സംസാരിച്ചു, കമലുമായിട്ട് സംസാരിച്ചു, രഞ്ജി പണിക്കരായിട്ട്, പി ചന്ദ്രകുമാർ, അവരതിനെ അഡ്വൈസറി ബോർഡിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതിനെ സെറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ സമീപത്തിൽ വന്നിട്ട് ഒരു VFX കമ്പനിയായിട്ട് ചേർന്നുകൊണ്ട് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു VFX ഓഫീസ് നമ്മൾ ആയിട്ടുള്ള അവിടെ ഒരു സെറ്റപ്പ് നമ്മളിപ്പോൾ തുടങ്ങുകയാണ്. അതായത് എക്സാക്ട്ലി ഈ ഫിലിം വന്ന് നമ്മൾ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നുള്ളൊരു രീതിയിലേക്ക്, ഇത് സിനിമയിൽ ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ബഡ്ജറ്റാണല്ലോ. അപ്പോൾ ആ ബഡ്ജറ്റിനെ നമ്മൾ എങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് ക്വാളിറ്റിയെ നമുക്ക് സാക്രിഫൈസ് ചെയ്യാതെ, അപ്പോൾ അതിന് നമുക്ക് ടെക്നോളജി ഒരുപാട് യൂസ് ചെയ്യാൻ സാധിക്കും. പലതരം എന്ന് പറഞ്ഞാൽ ബിഗിനിങ് തൊട്ടിട്ട് അവസാനം വരെ, ഫ്രം സ്റ്റോറി ഡെവലപ്മെൻറ്റ് തൊട്ടിട്ട് മാർക്കറ്റിംഗ് വരെയും നമുക്ക് ഈ ടെക്നോളജീനെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിത് പുറത്ത് യൂണിവേഴ്സിറ്റികളിൽ പല സ്ഥലത്തും ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ വർഷമാണ് ഞാൻ 2023 ഞാൻ അതിനെക്കുറിച്ചിട്ട് ദ ഫ്യൂച്ചർ ഓഫ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ സിനിമയിലേക്ക് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നതിനെ കുറിച്ചിട്ട് ഒരു ബുക്ക് എഴുതിയത്. 2024 കഴിഞ്ഞ വർഷം ഞാനത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ അത് റിലീസായി. ആ ബുക്ക് എൻ്റെ ബേസിക്കായിട്ടുള്ള സബ്ജക്റ്റ് വിഷ്വൽ ലിറ്ററസിയാണ്, ദൃശ്യഭാഷ സാക്ഷരത എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് 2012 തൊട്ടിട്ട് ഞാൻ ലോകമെങ്ങും ക്ലാസ് എടുത്ത് നടക്കുന്നുണ്ട്. ദൃശ്യഭാഷ സാക്ഷരത എന്നുള്ള ആ കൺസെപ്റ്റ്, ഇമേജിനെ എങ്ങനെ വായിക്കാൻ ഉപയോഗിക്കാനും പഠിപ്പിക്കുക എന്നുള്ളത്. സോ ടെക്നോളജിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റിനെ ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബേസ്ഡ് ആക്കി മാറ്റാനുള്ള എല്ലാ ബാക്കപ്പ് ഓഫീസും നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു. അപ്പോൾ അത് ഞങ്ങളുമായിട്ടുള്ള പരിചയമുള്ള ഗ്രൂപ്പുമായിട്ട് ചേർന്ന് നമ്മൾ അതേപോലെ നമുക്കിവിടെ ഒരു വെർച്വൽ പ്രൊഡക്ഷൻസ്, അങ്ങനെ നമ്മൾ സിനിമയുടെ ടെക്നോളജിയുടെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ക്വാളിറ്റി കുറയാതെ ഹൈബ്രിഡ് സിനിമ, ആക്ച്വലി ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമ വി ക്യാൻ ടേക്ക് ട്രഡീഷണൽ മെത്തേഡിനെയും ഇപ്പോൾ, കാരണം ഇത് കണ്ടംപററി ടെക്നോളജിയും യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഈ സീനിയേഴ്സിന്റെ ജൂനിയേഴ്സ് ഉണ്ടാവും, ഈ പുതിയ ആൾക്കാരൊക്കെ ഇതിൽ അമ്മയിലുള്ള ആൾക്കാർ മാത്രമേ അഭിനയിക്കുള്ളൂ. അല്ല, അമ്മയില് പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും എന്നുള്ള സാധനം സീനിയേഴ്സ് ആയിട്ട് വർക്ക് ഇല്ലാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ സംരംഭം കൊണ്ടുവന്നത്. ബേസിക്കലി ഈ അത് കഥാപ്രകാരം വന്നിട്ടുള്ള ക്യാരക്ടർ ഇപ്പൊ ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ ആ കഥയുടെ അനുസരിച്ചിട്ട് അമ്മയില് ജോലി ഇല്ലാത്തവർക്കാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ ജോലി കുറഞ്ഞിരിക്കുന്നത്. ജോലി ഇല്ലാത്തവര് നല്ല പൊതുവെ ഇതുമായിട്ട് മാത്രം ഇതുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ളവരെ നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ ഈ മാർക്കറ്റിംഗ് എത്രത്തോളം ചലഞ്ച് ആയിരിക്കും? അത് എവിടെ പ്രദർശിപ്പിക്കും? അതാണ് ഇതൊരു വലിയ വിഷയം എല്ലാവരും പറയേണ്ടത്. നിങ്ങൾ ചോദിക്കുന്ന പോലെ ഒരു പടം നന്നായാൽ, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ സംബന്ധത്തോടെ
എൻ്റെ കോൺഫിഡൻസ് എന്താണെന്ന് ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. നമ്മളാദ്യം നമ്മുടെ സ്റ്റോറി നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ 3 സ്റ്റോറി നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ആ 3 സ്റ്റോറിയും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ആ 3 സ്റ്റോറിയും വന്നിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആന്തോളജിക്ക് നന്നായിട്ട് ചേരാവുന്ന ഒരു രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. കൊച്ചി ബേസ്ഡ് ആയിട്ടാണ് ഈ കഥ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എലിമെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ടെക്നീഷ്യൻസ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും വന്നിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പുതിയ ആൾക്കാരല്ല, എക്സ്പീരിയൻസ് ആയിട്ട് തെളിയിച്ചിട്ടുള്ള മാർക്കറ്റിൽ നല്ല ഹിറ്റ് പടങ്ങൾ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഒന്ന്. അപ്പോൾ അതേപോലെ മേക്കപ്പിനൊക്കെ ഇപ്പോൾ വേട്ടയും തന്നെ ചെയ്യുന്നത് പട്ന റഷീദാണ്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ഹൈ ആൾക്കാർ ഇതിനകത്തുണ്ട്. 2 എന്ന് പറയുന്നത് നമ്മുടെ അമ്മയിലെ ആക്ടേഴ്സാണ്. ഈ അമ്മയിലെ ആക്ടേഴ്സ് എല്ലാം വന്നിട്ട് ഒരു കാലത്ത് തിളങ്ങി നിന്ന കലാകാരന്മാരാണ്. നിങ്ങൾ അവർ വന്നിട്ടുള്ളത് അത് യൂസ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ളതുകൊണ്ടാണ്. അവർ തിളങ്ങി നിന്ന ഹൈ പെർഫോം ചെയ്യാൻ കഴിവുള്ള ആർട്ടിസ്റ്റ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഇപ്പോൾ കൊല്ലം തുളസി ഇപ്പോൾ അധികം പടങ്ങളിൽ കാണാറില്ല. പക്ഷെ കൊല്ലം തുളസി ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ സ്ഥിരം പ്രതിഷ്ഠ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ തന്നെയാണ് അല്ലേ? അപ്പോൾ അതേപോലത്തെ എത്രയോ ഇപ്പോൾ ചാലിപ്പാല നോക്കിയാലും ശരി, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് നമ്മുടെ മനസ്സിലേക്ക് കുടിയേറിയിട്ട് നമ്മൾ നിൽക്കുന്നവർ. പക്ഷേ പുതിയ പുതിയ ആൾക്കാർ വരാൻ നേരത്ത് വന്നിട്ടുള്ള അവരുമായിട്ടുള്ള സെറ്റപ്പിൽ ഇവർക്കുമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ, അല്ലാതെ കഴിവിൻ്റെ കുറവുകൊണ്ടോ അല്ലല്ലോ. ഇവരെപ്പോഴും വന്നിട്ടുള്ളതിനകത്തേക്ക് ഇവരെ വെച്ചല്ലല്ലോ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നത്, ഇവരെ വെച്ചിട്ടാണ് സിനിമ കൊഴുപ്പിച്ചിരുന്നത്. താരങ്ങളെ സൈഡ് ആക്കുന്നതിൽ പ്രധാന താരങ്ങൾക്ക് ഒരു പങ്കുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ആരാണ് എങ്ങനെ കൊല്ലം തുളസി പോലുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എനിക്കറിയാൻ പാടില്ല, അതിനകത്ത് അവരാരും സൈഡാക്കാൻ ഞാൻ അതിനകത്ത് വിശ്വസിക്കുക. അത് ഒരാളുടെ എനിക്കത് അറിയാൻ പാടില്ല. അങ്ങനെ ഒരാൾ ഇതിനകത്തേക്ക് പെരുമാറുന്നവരല്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, അത് വ്യത്യാസം ഉണ്ടാവാം. ഇപ്പം നിങ്ങൾക്ക് അത് അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവാണ്. ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള അനുഭവം ഉണ്ടാവാം. എനിക്കതിനെ നിരാകരിക്കാനോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ എൻ്റെ വിഷയമല്ല. എനിക്ക് എന്നെ സംബന്ധിച്ചോളം എന്നോട് അങ്ങനെ ആർക്കും പറഞ്ഞിട്ടില്ല. ഞാൻ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി കൊണ്ടുപോയത്, ഞാൻ പിന്നെ മംഗ്ലീഷ് ചെയ്ത്. അങ്ങനെ ഞാനിതിനകത്തുനിന്ന് എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതല്ല. സിനിമകൾ ഇപ്പോൾ വരുന്നതിൽ തന്നെ പല സിനിമകളും ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എനിക്ക് ഏറ്റവും പല സാധനങ്ങൾ വിട്ടുകളയും അല്ലേ? അല്ല, ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ പടങ്ങളിൽ ഒന്ന് വന്നിട്ട് ഒമറിൻ്റെ പടമാണ്. ആക്ച്വലി ലാസ്റ്റ് മിനിറ്റ് എനിക്ക് മാറേണ്ടി വന്നത്. അതേപോലെ തന്നെ രേഖാചിത്രം ഞാൻ ചെയ്യേണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഫോറൻസിക്കിൻ്റെ ഞാൻ അതേപോലെ ഒരു ആയിരിക്കും. ഞാൻ ജോബിയോട് പറഞ്ഞു സോറി, ഞാൻ ആ സമയത്ത് DNA-യിലാണ് അതേ ഒരു ഫോറൻസിക് ഡോക്ടറാണല്ലോ ചെയ്തത്. അപ്പോൾ ഞാൻ പിന്നെ ഹാലിൻ്റെ ഒരു പടം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ബേസിക്കലി ആയിട്ട് എൻ്റെ വേറെ കുറേ സംഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ എല്ലാ പടവും എനിക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പല കാര്യങ്ങളിലും കമ്മിറ്റഡാണ്. ഫിലിം ഫെസ്റ്റിവൽ അത് പല കാര്യങ്ങളും ഞാൻ ഈ പ്രവൃത്തികൾ, ഞാൻ പുസ്തകം എഴുത്ത്, അങ്ങനെ ഞാൻ അഭിനയം മാത്രമല്ല, അത് പപ്പയുടെ സ്വന്തം അപ്പോസിനോടുകൂടി ഞാൻ അതിൻ്റെ ആ അഭിനയം മാത്രമായിരുന്ന ആ ഒരു വാഴവട്ടക്കാലം ഞാൻ അതിന് മാത്രമായിട്ട് ഡേ ആൻഡ് നൈറ്റ് തമിഴ്, തെലുങ്ക്, മലയാളം. അല്ല സാർ, അപ്പോഴൊരു ചോദ്യം പ്രസക്തമാണ് സാർ. ഒരു സമയത്ത് സ്റ്റാർഡം ഭയങ്കരമായിട്ട് ഹൈ ലെവലിൽ നിന്നെയാണ്. ആ സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യാൻ സാറിന് പറ്റിയില്ല, പ്രതിനായക വേഷത്തേക്ക് തള്ളപ്പെട്ടു. അങ്ങനെ നിങ്ങൾ പപ്പയുടെ സ്വന്തം അപ്പൂസുണ്ടോ? ഞാൻ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു സാർ? ഗംഭീര സമയം പറയാൻ. അതാണ് ഞാൻ നിർത്തിയ പടം. അപ്പൊ ഞാൻ അതിനകത്ത് പിന്നെ നിലനിർത്താതെ അല്ലല്ലോ ഞാൻ പോയെ. അല്ലല്ലോ, ഒരിക്കലും ഞാൻ പറഞ്ഞത് നായകനായിട്ട് തിളങ്ങിയതാണ്. അതിന് കാരണമുണ്ട്. നായകനായിട്ട് പോയതിനല്ല, ആ വ്യത്യാസം വന്നത് മദ്രാസിലെ മോഹൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തതിന് ശേഷമാണ്. മദ്രാസിലെ മോഹൻ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാൻ ഹീറോ പ്രതിനായകനാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ മദ്രാസിലെ മോഹൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ജനം എന്നെ എടുത്തു. അതിൻ്റെ ചുരുണ്ട മുടിയും എൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളും അത് അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടു സമൂഹം അല്ലേ? അതങ്ങനെയായി കൊലയാളിയായിട്ട് മാറി. ഞാൻ വന്നത് അശ്വരത്തിൽ ഹീറോ ആയിട്ടാണ്. പക്ഷെ ഞാൻ ഉഴുതരാഗത്തിൽ ഞാൻ സ്ലൈറ്റ് വില്ലനിഷ് ചെയ്തത്. എനിക്ക് ഇഷ്ടം മാത്രം ക്യാരക്ടർ ചെയ്യുന്നതായിരുന്നു, വില്ലനിക്ക് ടൈപ്പ്. കാരണം വില്ലൻ ആകുമ്പോൾ എന്താ നമുക്ക് ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഏത് ലെവലിലും ടച്ച് ചെയ്യുക. അപ്പോൾ അത് ചെയ്യാനായിട്ട് പപ്പ രജനീകാന്ത് അങ്ങനെ തോന്നുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു ഡയലോഗ് ഓറിയന്റഡ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. ഞാൻ ഡാൻസ് സാർ മിമിക്രിക്കാരൊക്കെ ഒരുപാട് വൾഗറായിട്ട് സാറിന് ഒരു പരാതി ഉണ്ടോ അതിനകത്ത്? സാറിന്റെ പാട്ട് ഭയങ്കര ഹിറ്റുമാണ്.
ഡാൻസും എനിക്കെന്തിനു പരാതി? നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ അവരെ അപമാനിക്കരുത്. അവര് വൾഗറായിട്ട് കാണിക്കാൻ അവര് അതിനെ നിങ്ങള് അത് തെറ്റാണ്, മോശമാണ്, അത് പിൻവലിക്കണം. അവരുടെ ഒരു പെർഫോമൻസിനാണ് നിങ്ങൾ ചീത്ത പറയാം. അവര് പെർഫോമായിട്ടാണ് കാണുന്നത്, അവരൊരു മിമിക്രി ചെയ്യുകയാണ്. അതിനകത്ത് അവര് ഞാൻ ചോദിക്കട്ടെ, മിമിക്രി എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആണോ? അല്ല. പിന്നെ എന്ത് ആണോ? മിമിക്രി എന്താ? ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഇത്തിരി ഓവറായിട്ട് വരില്ലേ? മധു ചേട്ടനെ വന്നിട്ട് അഭിനയിക്കുന്നുണ്ട്, മധു ചേട്ടന് അതേപോലെയാണോ അഭിനയിക്കണേ? അല്ല 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 ആണോ? അല്ല. മധു സാർ ഒരു സ്റ്റേജിൽ പറഞ്ഞു, രാജാ സാഹിബ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇമിറ്റേറ്റ് ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചിലർ പ്രതികരിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ട് എന്നറിയാവോ, ചില സമയത്ത് ഇതിനെ മടുത്തുകൊണ്ടാണ് അത് ആയിരിക്കാം. എനിക്കങ്ങനെ ആരെന്നെ ചെയ്താലും എന്നെ സംബന്ധിച്ചോളം വന്ന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരെന്നെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഞാൻ എൻ്റെ ആ ഫിഗർ സജീവമായിട്ട് നിർത്തുന്നുണ്ടല്ലേ? സജീവമായിട്ട് നിർത്തുക മാത്രമല്ല, അത് അവർക്കൊരു ഉപജീവനം കൂടിയാണ്. ശത്രുക്കളേ ഇല്ല അല്ലേ? ഒരാള് ശത്രുക്കളില്ലാന്ന് ശരിയാണോ? അങ്ങനെ പറയാ, അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ശശിയുടെ പെറ്റാണെന്ന് പറയുന്നുണ്ട്. അത് ബേസിക്കലായിട്ട് ഞാൻ കോൺട്രവേഴ്സി പെടാത്ത ഒരാളാണ്. ഞാൻ സാധാരണ അങ്ങനത്തെ പ്രോബ്ലങ്ങളൊന്നും ദൈവാദിനം കൊണ്ട് പെടാറില്ല. ഞാൻ ശശിയേട്ടനുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ശശിയേട്ടനായിട്ട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ശശിയേട്ടനെ ഭയങ്കര കാര്യമാണ്. അങ്ങനെയല്ല, സിനിമയിൽ ഇപ്പോൾ ഞാൻ ജോഷിയായിട്ട് നല്ല സുഹൃത്താണ്. എന്നെ ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും. ഞാൻ ആരുടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാലചന്ദ്രൻ സാറ്, എല്ലാ SP മുത്തുരാമൻ സാറിന് എന്നെ ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്ത് ബാലേന്ദ്രൻ മേനോനൊക്കെ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഭയങ്കര കാര്യമാണ്. എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് ബന്ധപ്പെടുന്നത്. P. ചന്ദ്രകുമാർ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ എല്ലാ പരിപാടികളിലും എന്നെ സഹായിക്കുന്ന ഒരാൾക്കാരാണ് കമലും സിബി മലയിലും. തുടങ്ങിയ ഫെസ്റ്റിവൽ തുടങ്ങിയ 2005 തൊട്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞ്, സിബി, കമല, നിങ്ങളുണ്ടാവണം, നിങ്ങൾ ഇതിനകത്തൊരു പാറ്റേണായിട്ട് ഒരു അഡ്വൈസറി ബോർഡിൽ നിൽക്കണം. കാരണം ഞാൻ ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 2005, 2006 ഇവരാണ് മാറ്റേണ്ട ആൾക്കാർ. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതി, ഓക്കെ ഞങ്ങൾ എത്തിയേക്കാം, അവരെത്തും. ആ പരിപാടിയിലേക്ക് അവർ വന്ന് അതിനെ കൊഴിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നൊക്കെ അവർ ഭയങ്കര പവർഫുൾ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അതിനകത്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മളൊരു ബന്ധം ഉണ്ടാക്കുന്നത് സിനിമയിൽ അല്ലെങ്കിലും ആരുമായിട്ട് ആർക്കും സ്ഥായിയായ വഴക്കില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ട, സിനിമയില് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ വില്ലനായിട്ട് അഭിനയിച്ചു. ആ അപ്പൂസിനെ എടുത്ത് തട്ടി തെറിക്കുന്നത്, അവൻ അസുഖയിലേക്ക് പോകുന്നതിന്റെ ഒരു കാരണക്കാരൻ ആ ഒരു കഥാപാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ സ്ത്രീകളൊക്കെ ഉപദ്രവിച്ചു എന്ന് വെച്ചൊരു വാർത്തകളൊന്നും ഉണ്ടായിരുന്നു. ഉപദ്രവിച്ചല്ല, ചീത്തയാണ്. നല്ലോണം കേട്ടല്ലേ? എൻ്റെ മദറിൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു, ഡോക്ടർ എത്ര പാവാണ്, മകൻ എത്ര ദുഷ്ടരാണെന്നുള്ളത്. ആക്ച്വലി ഞാൻ ആ സമയത്ത് നിർത്തിയത് നന്നായിരുന്നു ഞാൻ വിചാരിക്കും. കാരണം ഒരു മനസ്സമാധാനം വീട്ടിലുണ്ടായിരുന്നില്ല. എല്ലാവരും ഈ കുട്ടീനെ ആയതുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഭയങ്കര ദേഷ്യം, കുട്ടികൾക്ക് പേടി. പിന്നെ ഞാൻ എന്താ പറഞ്ഞാൽ ഒന്നാമത് വൈരാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവസാനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ച് അതിനെ അങ്ങ് നശിപ്പിച്ച് കയ്യിലേക്ക് ആയിരുന്നു. അത് ആൾക്കാരുടെ മനസ്സിലാവും. ഇറ്റ്സ് ഓൾ റൈറ്റ്, ലൈക്ക് ഇതൊക്കെ ഞാൻ അതിനെ അല്ല കാണുന്നത്. ഞാൻ ആ തരത്തിൽ അതിനെ കാണുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങളിൽ വന്നിട്ട് ഓർക്കപ്പെടുന്ന ഇതുപോലെ, അതേപോലെ മദ്രാസിലെ മോനായിട്ട് എന്നെ പലരും വിളിക്കുന്നത്, ഇതുപോലെ പല തമിഴിൽ തന്നെ ഒരുതരം അങ്ങനെ പല പടങ്ങളുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ഇതുപോലെ ഓർക്കപ്പെടുന്ന ഇപ്പോൾ കീരിക്കാടൻ ജോസ് എന്നൊക്കെ പറയുമ്പോൾ ഓർക്കപ്പെടാനായിട്ട് ചില കഥാപാത്രങ്ങൾ കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ ഓർക്കപ്പെടാനായിട്ട് വർഷങ്ങളോളം, ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുമ്പോഴത്തേക്കും 35 വർഷം മുമ്പത്തെ കാര്യമാണ് നിങ്ങളീ പറയണത്. ആ 35 വർഷം ആ കഥാപാത്രം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് അപ്പോൾ അതാണ് അതിന്റെ ഏറ്റവും വലിയ. അത് മാത്രമല്ല, ഇടുക്കി ഗോൾഡ് സാറിനെയാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്ന മുഖം. ഇടുക്കി ഗോൾഡ് എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യം കിട്ടാറുണ്ട്. മകനാണല്ലോ ഫെബിൻ എന്റെ റോളല്ല, പ്രതാപത്തിന്റെ ചെറുപ്പത്തിൽ ചെയ്തത് ഫെബിൻ. ഈ സിനിമയിൽ ഗ്യാപ്പ് എടുക്കുന്ന എപ്പോഴും കമലഹാസൻ രജനീകാന്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, താനെന്തിനാ ഇങ്ങനെ ഗ്യാപ്പ് എടുക്കുന്നത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, ഓരോരുത്തരും ഇഷ്ടമല്ലേ. ഞാൻ കാണുമ്പോൾ അത്രയല്ല. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഓരോരുത്തർക്കും ഓരോ
നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അതിന് ഞാൻ വന്നിട്ടുള്ള വെറുതെ ഇരിക്കുമല്ലോ. എനിക്ക് സമയം കിട്ടാത്ത രീതിയിലേക്ക് ഞാൻ സമയത്തിനെ ഉപയോഗിക്കുമല്ലോ. ഞാൻ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട്, ഞാൻ മിഡിൽ ഈസ്റ്റിലെ എല്ലാ സ്ഥലത്തും ഞാൻ വന്ന് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്, 6 കൺട്രീസിൽ. അപ്പോൾ അങ്ങനെ പല ക്യാമ്പസുകളിലും പല അസോസിയേഷനിലും പോയി നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യുന്നു, ഈ വിഷ്വൽ ലിറ്ററേച്ചർ ക്ലാസ് ചെയ്യുന്നു, ഇപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഇപ്പം KCBCയും POC ആയിട്ട് ചേർന്നിട്ട് 10 കമാൻഡ്മെൻറ്റ്സ് ഇൻ മോഡേൺ കോൺടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ 33 രൂപതകളുമായിട്ട് ചേർന്നിട്ട്. സോ എന്നെ സംബന്ധിച്ചോളം എന്ന് പറയുന്നത് എനിക്ക് ടൈം ബേസിക്കലി ഒരു 24 മണിക്കൂർ 48 മണിക്കൂർ വേണമെന്നോ. തമിഴില് പീക്ക് നിൽക്കുമ്പോ രജനീകാന്തൊക്കെ കേറി വരുന്നേ ഉള്ളൂ. അല്ല, രജനീകാന്ത് ഇപ്പൊ സ്റ്റാറായിരുന്നു. ഞാൻ അന്ന് ചേട്ടൻ പീക്ക് നിൽക്കുമ്പോ അവർ കേറി വരുന്നേ അല്ല അല്ല അവര് സ്റ്റാറായിരുന്നു. അവര് സ്റ്റാർ ആയിരിക്കുമ്പോഴാണ് ഞാൻ കയറിയോന്ന് പറയാ, തിരിച്ചു പറയാ. അല്ല, സ്ഥാനത്തിന് നേതൃത്വ പാഠമുണ്ട്, കാര്യങ്ങളെല്ലാം വളരെ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അമ്മയുടെ ഒക്കെ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ അംഗീകരിക്കപ്പെടത്തില്ല. ഞാൻ എന്താ പറയുക, നിങ്ങൾ കുറേ കോംപ്ലിക്കേഷനായിട്ട് കാര്യങ്ങളല്ല. അമ്മയ്ക്ക് ആക്ച്വലി നേതൃത്വ സ്ഥാനത്തിന് മോഹൻലാലും മമ്മൂട്ടിയാണ്. ഈ സിനിമ അമ്മയ്ക്ക് നേതൃത്വത്തിൽ എപ്പോഴും മോഹൻലാലിനെ പോലെയും മമ്മൂട്ടിയെ പോലെയുള്ള 2 പേരും വേണം. അത് മോഹൻലാൽ പണിയെടുത്തില്ലെങ്കിൽ അവിടെ വേണം അവർ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ആ ഒരു പ്രതീകത്തിന് പേരിലാണ് അമ്മ തന്നെ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്കില്ല. അത് ഞാൻ തുറന്നു പറയാം. മോഹൻലാലാണ് അതിൻ്റെ ഒരു സംഭവം, മമ്മൂട്ടി. ഇവർ 2 പേരും നിൽക്കുന്നതാണ് അമ്മയുടെ ശക്തി. ഇവർ 2 പേരുടെയും തുടക്കകാലത്ത് ഇവരില്ലാതിരുന്നപ്പോഴും, തലപ്പത്തല്ലാതിരുന്ന സമയത്തും മറ്റുള്ളവർ ചെയ്യുമ്പോഴും ഇവരിൽ കൊണ്ടാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. ആ സമയത്ത് അന്ന് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അന്ന് ദിലീപും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സ്റ്റാർഡം കൊണ്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനം. അവർ മറ്റെല്ലാവരും അതിൻ്റെ കൂടെ പണിയെടുത്തിട്ടുണ്ട്, എല്ലാവരും അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എല്ലാവരുടെയും കൂടി ഒരു ഒത്തൊരുമ അതിനകത്തുണ്ട് ഇത് ജയിക്കാനായിട്ട്, ആ ഒരു കൂട്ടായ്മയുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതിനകത്തേക്ക് ഒരു പ്രഭയായിട്ട് നിന്നതും ഈ കാര്യങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ചുക്കാൻ പിടിക്കാനായിട്ട് മോഹൻലാലിൻ്റെ ഒരു കരിസ്മ, മമ്മൂട്ടിയുടെ ഒരു കരിസ്മയാണ് ഇതിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. അവർ തീർച്ചയായിട്ടും ബേസിക്കലി അമ്മയിൽ എന്താണെന്നറിയാമോ, എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട, അതൊരു യൂണിയൻ, ഒരു തൊഴിലാളി യൂണിയൻ ഒന്നല്ല, അതൊരു കൂട്ടായ്മയായിട്ട് വന്ന് അതിലെ മെമ്പേഴ്സിന് വന്നിട്ടുള്ളതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൾച്ചറൽ അസോസിയേഷനാണത്. അപ്പോൾ ആ കൾച്ചറൽ അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനും, ആക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ പറയാനും, അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു കൂട്ടായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താനും വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒന്നുമില്ല യഥാർത്ഥത്തിൽ. ആര് എന്തിനകത്തേക്കും സ്ഥാനം എടുക്കുന്നതിനകത്തേക്കും ഒരു കാര്യങ്ങൾക്കൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കാണില്ല. അപ്പോൾ എന്തായാലും വളരെ നന്ദി സാർ. ഇങ്ങനെ ആ സിനിമയുടെ സക്സസ് ഞങ്ങൾ വീണ്ടും അടുത്തൊരു ഇന്റർവ്യൂവിന് വരും. ഓക്കെ, തീർച്ചയായും എല്ലാ വെഞ്ചേഴ്സും സാർ സക്സസ് ആക്കിയിട്ടുണ്ട്. ഇതും നല്ല രീതിയിൽ സക്സസ്. താങ്ക് യു.